ഹായ്, വെൽക്കം ബാക്ക് ടു ടേൺ ടു ലേൺ. പ്ലസ് ടു സോഷ്യോളജിയിൽ 2017 മുതൽ 2023 വരെയുള്ള പരീക്ഷകളിൽ ഇമ്പ്രൂവ്മെൻറ്റ് മെയിൻ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ടേൺ ടു ലേണിൻ്റെ വീഡിയോ സീരീസിലെ 5ാമത്തെ ചാപ്റ്ററാണ്. സോഷ്യോളജിയിലെ അഞ്ചാമത്തെ പാഠം എന്നുള്ളത് പാറ്റേൺസ് ഓഫ് സോഷ്യൽ ഇനീക്വാളിറ്റി ആൻഡ് എക്സ്ക്ലൂഷനാണ്. ഇപ്പോൾ സാമൂഹ്യ ബഹിഷ്കരണം, സാമൂഹ്യ അസമത്വവുമായി ബന്ധപ്പെട്ട പാഠമാണ്. ഇപ്പോൾ 2017 മാർച്ചിൽ ചോദിച്ചിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യനാണ്. സോഷ്യൽ എക്സ്ക്ലൂഷനെ കുറിച്ചാണ്. സോഷ്യൽ ഇനീക്വാളിറ്റീസ് ആൻഡ് എക്സ്ക്ലൂഷൻ ആർ സിസ്റ്റമാറ്റിക് ആൻഡ് സ്ട്രക്ചേർഡ് ബട്ട് ഇറ്റ് ഹാസ് സോ മെനി ഡൈമെൻഷൻസ് ആൻഡ് കോൺസിക്വൻസ്. ഇത് സ്ട്രക്ചേർഡ് ആണ്. ഇതിന് പലതരത്തിലുള്ള ഡൈമെൻഷൻസും തലങ്ങളും കോൺസിക്വൻസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ക്യാൻ യു എക്സ്പ്ലെയിൻ ദ കീ പ്രിൻസിപ്പിൾ ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ? അപ്പോൾ ചോദ്യം ഇതാണ്, പ്രിൻസിപ്പിൾ ഓഫ് സ്ട്രാറ്റിഫിക്കേഷനാണ്. ഡെഫിനേഷൻ ഓഫ് 3 പ്രിൻസിപ്പിളാണ് പറയുന്നത്. അണ്ടർസ്റ്റാൻഡ് ദ സോഷ്യൽ എക്സ്ക്ലൂഷൻ വിത്ത് ദ സ്യൂട്ടബിൾ എക്സാമ്പിൾ എന്നാണ്. അപ്പോൾ എന്താണ് സോഷ്യൽ ഇനീക്വാളിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ എന്ന് അറിഞ്ഞിരിക്കലാണ്. സാമൂഹിക അസമത്വം ബഹിഷ്കരണം ഇന്ത്യൻ സമൂഹത്തിലെ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ഇതിനെ അനുകൂലിക്കുന്നവരുണ്ട്, പ്രതികൂലിക്കുന്നവരുണ്ട്. സാമൂഹിക അസമത്വം എന്ന് പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങൾ കൊണ്ട് സാമൂഹികപരമായിട്ടും തുല്യരല്ലാത്ത അവസ്ഥയാണ്. സമ്പത്ത്, വിദ്യാഭ്യാസം, സാമൂഹിക പദവി, ആരോഗ്യം, ഇതെല്ലാം കാരണം സാമൂഹികമായിട്ടുള്ള അസമത്വമാണ്. സാമൂഹിക ബഹിഷ്കരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തികളെ സമൂഹത്തിൻ്റെ എല്ലാ പ്രവർത്തികളിൽ നിന്നും അകറ്റി നിർത്തുന്ന രീതിയാണ് നമ്മൾ സാമൂഹിക ബഹിഷ്കരണം എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ ഇനീക്വാളിറ്റിയും സോഷ്യൽ എക്സ്ക്ലൂഷനാണ് നമ്മൾ പറയുന്നത്. സാമൂഹിക അസമത്വമുണ്ട്. സാമൂഹിക അസമത്വം 3ആയിട്ട് നമ്മൾ 3 പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്. അതായത് സാമ്പത്തിക മൂലധനം, അതുപോലെ തന്നെ സാംസ്കാരിക മൂലധനം, അതുപോലെ തന്നെ സാമൂഹിക മൂലധനം. ഇതൊക്കെയാണ് ആ പാഠത്തിൽ വ്യക്തമായിട്ടും അതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ തലങ്ങളൊക്കെ വ്യക്തമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, പാഠത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. നന്നായിട്ട് നോക്കുക. ഈ പാഠത്തിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ് സ്ട്രാറ്റിഫിക്കേഷനും അതുപോലെ തന്നെ സോഷ്യൽ എക്സ്ക്ലൂഷനും കാര്യങ്ങളൊക്കെ. 8 മാർക്കിനുള്ള ചോദ്യമാണ്. 2017 ഇമ്പ്രൂവ്മെൻറ്റിൽ ചോദിച്ചിട്ടുള്ള ഡിഫൈൻ അതേ ചോദ്യം തന്നെയാണ്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്താണെന്നുള്ളത്. എന്താണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞു, സമൂഹത്തെ വിവിധ ഘടകങ്ങളായിട്ട് ശ്രേണീകരിക്കുന്നതിനെയാണ്, ജനങ്ങളെ അസമമായിട്ടുള്ള പ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നതിനെയാണ് നമ്മൾ സാമൂഹിക ശ്രേണീകരണം എന്ന്. അപ്പോൾ ഇത് സമൂഹത്തിൻ്റെ സവിശേഷതയാണ്, തലമുറകളായിട്ട് നിലനിൽക്കുന്നതാണ്. ഇതിനെ വിശ്വാസത്തിൻ്റെ രീതികൾ പിന്തുണക്കുന്നതെന്നൊക്കെ നമുക്ക് എഴുതാം. അപ്പോൾ ജാതിയുടെയോ മതത്തിൻ്റെയോ ലിംഗത്തിൻ്റെ അവസരങ്ങൾ നിഷേധിക്കുന്ന വിവേചനം, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. 7 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു. അപ്പോൾ ദ സിസ്റ്റം 1 മാർക്ക് ക്വസ്റ്റ്യൻ 2017 ഇമ്പ്രൂവ്മെൻറ്റിൽ ചോദിച്ചിട്ടുള്ളതാണ്. ദ സിസ്റ്റം വിച്ച് പ്രിപ്പേച്ചിങ് ദ ഇനീക്വാളിറ്റി ഇൻ ഇന്ത്യൻ സൊസൈറ്റി ഈസ് കാസ്റ്റ്. ദെൻ അടുത്തത് സോഷ്യോളജി ജെൻഡർ ഇനീക്വാളിറ്റി ഈസ് കൺസിഡർഡ് ആസ് സാമൂഹ്യശാസ്ത്ര ലിംഗപരമായിട്ടുള്ള അസമത്വമാണ്, സാമൂഹിക അസമത്വമാണ്. ദെൻ ഒരു 8 മാർക്കിനുള്ള ചോദ്യം 2018 മാർച്ചിൽ ചോദിച്ചിട്ടാണ്. സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ. ലിസ്റ്റ് ഔട്ട് മേജർ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ഫേസ്ഡ് ബൈ SC/ST. അതുപോലെ തന്നെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് സ്റ്റേറ്റ് ആൻഡ് നോൺ സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ് അഡ്രസ്സിംഗ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ്. ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യനാണ്. റിസർവേഷൻ, ലെജിസ്ലേഷൻ, റിഫോംസ് മൂവ്മെൻറ്റ്സ്, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് എസ്സേ എഴുതാനുള്ളത്. ദെൻ 2018 ഇമ്പ്രൂവ്മെൻറ്റിൽ സോഷ്യൽ ഇനീക്വാളിറ്റി ഈസ് നോട്ട് ഔട്ട്കം ഓഫ് ഇന്നേറ്റ് നാച്ചുറൽ ഡിഫറൻസ് ബിറ്റ്വീൻ പീപ്പിൾ ബട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ സൊസൈറ്റി. ഓക്കെ, അപ്പോൾ സോഷ്യൽ ഇനീക്വാളിറ്റി ജനങ്ങളല്ല, അത് ജനങ്ങൾ തമ്മിലുള്ളതല്ല, പക്ഷേ അത് സാമൂഹ്യമായിട്ട് ഉടലെടുക്കുന്നതാണ് എന്നുള്ള രീതിയിൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് കണ്ട് ആൻസർ ചെയ്താനാണ് 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ. 2018 1 മാർക്ക് ചോദ്യമായിരുന്നു കംപ്ലീറ്റ് ദ ചാർട്ട്. ഓക്കെ, കംപ്ലീറ്റ് ദ ചാർട്ട് എന്ന് പറയുമ്പോൾ ഡൈമെൻഷൻസ് ഓഫ് അൺടച്ചബിൾ, എക്സ്ക്ലൂഷൻ, എക്സ്പ്ലോയിറ്റേഷൻ, ഹ്യൂമിലിയേഷൻ, അല്ലേ, ഒഴിവാക്കുക, ചൂഷണം ചെയ്യുക, അപമാനിക്കുക എന്നുള്ളതിന് 3 ഡൈമെൻഷൻസ് ഓഫ്, വീണ്ടും അത് തന്നെയാണ് 3 ഡൈമെൻഷൻസ് ഓഫ് അൺടച്ചബിലിറ്റി. ഏതൊക്കെയാണ്? എക്സ്ക്ലൂഷൻ, എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഹ്യൂമിലിയേഷൻ. അതേ ചോദ്യം തന്നെ ചോദിച്ചിട്ടുണ്ട്. വീണ്ടും എക്സ്ക്ലൂഷൻ, എക്സ്പ്ലോയിറ്റേഷൻ, ഹ്യൂമിലിയേഷൻ. ഓക്കെ, 28ാമത്തെ ഒരു ചോദ്യം 2019 28ാമത്തെ ചോദ്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആദിവാസികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ? ദെൻ ആദിവാസി അഭിമുഖീകരിക്കുന്ന വിവേചനങ്ങൾ എങ്ങനെയാണെന്ന്.
അപ്പോൾ ആദിവാസി സമൂഹം ഇന്ത്യയിലെ പട്ടികജാതിക്കാരെ പോലെ തന്നെ ദരിദ്രരും ദുർബലരും അതുപോലെ തന്നെ അവഹേളിതരും ഹ്യൂമിലേറ്റഡ് ആയിട്ടുള്ള വിഭാഗമാണ് പട്ടികവർഗ്ഗക്കാർ. കാടുകളിലാണ്, വ്യത്യസ്ത ആവാസ രീതികളാണെങ്കിൽ ഇവർ പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ടവരല്ല എന്നുള്ളതാണ്. ഇവരുടെ പ്രശ്നങ്ങൾ സങ്കീർണമാകാനുള്ള കാരണം വനത്തിൻ്റെ മേൽ സാധാരണ ജനങ്ങൾ കാണിക്കുന്ന കുടിയേറ്റം അതുപോലെ തന്നെ ചൂഷണങ്ങളാണ്. കോളനി കാലത്ത് ഇവർ ആദിവാസികളെ വന നിയമം പോലുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യാനന്തരം വികസന പദ്ധതിയും മറ്റും പറഞ്ഞിട്ട് അവരെ എന്ത് ചെയ്തിട്ടുണ്ട്, കുടിയൊഴിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് അണക്കെട്ട് നിർമ്മാണം, അതുപോലെ തന്നെ റോഡ് നിർമ്മാണത്തിൻ്റെ പേരിലും പാല നിർമ്മാണത്തിൻ്റെ പേരിലൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പേരിൽ ഇവർക്ക് അവരുടെ വനഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ സമര പരിപാടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കാസ്റ്റ് സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ മുൻ പാഠങ്ങളൊക്കെ ഡിസ്കസ് ചെയ്താണ്. അൺടച്ചബിലിറ്റി അല്ലേ, അൺടച്ചബിലിറ്റിയുടെ വിവിധ മാനങ്ങൾ നമ്മൾ പറഞ്ഞു. ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ എക്സ്ക്ലൂഷനാണ്, അതുപോലെ തന്നെ ഹ്യൂമിലിയേഷനാണ്. ആ കാര്യമാണ് അൺടച്ചബിലിറ്റിയുടെ ഡയമെൻഷൻസ് തന്നെ. ബഹിഷ്കരണം, അവഹേളനം, സാമ്പത്തിക ചൂഷണം. ഇതാണ് മെയിനായിട്ടുള്ളത്. ദെൻ എക്സ്പ്ലോയിറ്റേഷൻ. ദെൻ ഭിന്നശേഷിക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഗവൺമെൻറ് സ്വീകരിച്ച ആദ്യ നടപടിയാണ് ഡിസബിലിറ്റി ആക്ട് 1995. ദെൻ ആദ്യത്തെ ഫസ്റ്റ് ബാക്ക്വേർഡ് കമ്മീഷൻ അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കാക്ക കലേക്കർ കമ്മീഷനാണ്. ദെൻ 2020 ചോദിച്ചിട്ടുള്ള റൈറ്റ് എ ഷോർട്ട് നോട്ട് സ്ട്രഗിൾ ഓഫ് ഇന്ത്യൻ വുമൻ എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഫേസ്. തങ്ങൾക്ക് നേരിടേണ്ട വിഭജനങ്ങൾക്കെതിരെ ഇന്ത്യൻ സ്ത്രീകൾ നടത്തിയ പോരാട്ടങ്ങളെക്കുറിച്ച് ചെറിയ കുറിപ്പ് എഴുതാനാണ്. അപ്പോൾ സ്ത്രീകൾ അല്ലേ, പ്രാചീന കാലം മുതലൊക്കെ സ്ത്രീകൾ കടുത്ത വിവേചനം അതുപോലെ തന്നെ സാമൂഹിക അസമത്വം അനുഭവിക്കുന്നവരാണ്. 19ാം നൂറ്റാണ്ടിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. രാജാറാം മോഹൻ റോയ് സതിവിരുദ്ധ പോരാട്ടം നടത്തിയിട്ടുണ്ട്. സ്ത്രീകൾ നടത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. താരാബായ് സിൻഡെ, നമുക്ക് ഇതിൽ ഈ പാഠത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഉപയോഗിക്കാം. താരാബായ് സിൻഡെ സ്ത്രീ പുരുഷ തുലനം, അതായത് പുരുഷാധിപത്യത്തിൻ്റെ ഇരട്ടമുഖം വരച്ചു കാട്ടുന്ന ഒരു കൃതിയായിരുന്നു. സുൽത്താനയുടെ സ്വപ്നം എന്നുള്ള രീതിയിൽ ബീഗം റുക്കിയ ഒരു ഇതാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1931 കറാച്ചി സമ്മേളനത്തിൽ സ്ത്രീ സമത്വം, കോൺഗ്രസിൻ്റെ കറാച്ചി സമ്മേളനത്തിൽ സ്ത്രീ സമത്വം നിയമങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ദെൻ അടുത്തത് ഇന്ത്യയിലെ അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ ജാതികൾ നേരിടേണ്ടി വന്ന പ്രധാന വെല്ലുവിളികൾ പട്ടികപ്പെടുത്തി ഈ വിവേചനങ്ങൾ പരിഹരിക്കുന്നതിന് സ്റ്റേറ്റ് ഇതര ഏജൻസിൻ്റെയും ശ്രമങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ്. ദെൻ മുൻവിധികളും അതുപോലെ തന്നെ സ്റ്റീരിയോടൈപ്പ് ലീഡ്സ് ടു സോഷ്യൽ എക്സ്ക്ലൂഷൻ. മുൻവിധികളും ഇത് ഇന്നും ഇന്ത്യൻ സമൂഹത്തിലുള്ളതാണ്. അൺടച്ചബിൾസും എക്സ്ക്ലൂഷനൊക്കെ ഈ ഒരു പഴയ ഇതിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ BP മണ്ഡൽ കമ്മീഷനാണ്. സോഷ്യൽ ഇനീക്വാളിറ്റി ആൻഡ് സോഷ്യൽ എക്സ്ക്ലൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ ചോദ്യം വീണ്ടും റിപ്പീറ്റ്. സോഷ്യൽ എക്സ്ക്ലൂഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ വീണ്ടും ചോദ്യം വന്നിട്ടുണ്ട് 5 മാർക്കിന്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ 3 പ്രധാന തത്വങ്ങൾ വിശദമാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കാസ്റ്റ് ഡിസ്ക്രിമിനേറ്ററി സിസ്റ്റം ചോദിച്ചിട്ടുണ്ട്. ഇത് നേരത്തെ ചോദിച്ചിട്ടുണ്ട്. ഡയമെൻഷൻസ് ഓഫ് അൺടച്ചബിലിറ്റി, ഹ്യൂമിലിയേഷൻസ്, അതുപോലെ തന്നെ ചൂഷണം, അതുപോലെ തന്നെ എക്സ്ക്ലൂഷൻ. 3 എക്സ്ക്ലൂഷൻ, ഹ്യൂമിലിയേഷൻ, എക്സ്പ്ലോയിറ്റേഷൻ. ദെൻ ഇന്ത്യൻ മൂവ്മെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ മൂവ്മെൻറ്റത് 2022 മാർച്ചിൽ ചോദിച്ചിട്ടുള്ളത് വ്യക്തികളെ സമൂഹത്തിൻ്റെ എല്ലാ പ്രവൃത്തിയിൽ നിന്നും മാറ്റി നിർത്തുന്നതിനാണ് നമ്മൾ സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. ഹരിജൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് ഗാന്ധി അല്ലേ, ദൈവത്തിൻ്റെ മക്കൾ. ബംഗാളിൽ ബ്രഹ്മസമാജ്. ദെൻ 1 മാർക്കാണ് റൈറ്റ് ടു പ്രോബ്ലംസ് ഓഫ് പ്രോബ്ലംസ് ഫ്രീ ഫേസ്ഡ് ബൈ ആണ്. ആദിവാസികൾ അഭിമുഖീകരിക്കുന്ന 2 പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെ മുഖ്യധാരയിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്ന, അതുപോലെ തന്നെ കുടിയേറ്റം, സാധാരണക്കാർ അവരുടെ മേഖലയിൽ കുടിയേറ്റം. സാമൂഹിക അസമത്വം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ തുല്യരല്ലാത്ത അവസ്ഥ. ട്രൈബൽ മൂവ്മെൻറ്റ്, ഗോത്ര പ്രസ്ഥാനങ്ങളെക്കുറിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാസ്റ്റ് ഡിസ്ക്രിമിനേറ്ററി സിസ്റ്റം അത് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. മാച്ച് ഓഫ് ഫോളോവിങ്സ് ഇതിൽ സാധ്യമാകുന്നതാണ്. അപ്പോൾ നമുക്ക് അറിയുന്നത് ആദ്യം എഴുതാം. ബ്രഹ്മോ സമാജ് അല്ലേ, പിന്നെ ജ്യോതിറാവ് ഫുലെ സത്യശോധക് സമാജ്,
ഓക്കെ. ജ്യോതിറാവു ഫുലെ സത്യശോധക് സമാജ്. കാക്ക കലേക്കർ കമ്മിറ്റി എന്താണ്? ബാക്ക്വേർഡ് കമ്മീഷനാണെന്ന് നമുക്കറിയാം. ഗാന്ധിജി ഹരിജൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ദെൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ മുസ്ലിം സോഷ്യൽ റിഫോമർ. ദെൻ താരാബായി ഷിൻഡെ സ്ത്രീ പുരുഷ തുല്യന്. അറിയുന്ന മാർക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അൺടച്ചബിലിറ്റിയെക്കുറിച്ച് പറയുക, അതൊക്കെ വീണ്ടും സോഷ്യൽ ഇനീക്വാളിറ്റി റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഡിസ്ക്രിമിനേറ്ററി സിസ്റ്റം റിപ്പീറ്റഡ് ആണ്. ഓക്കെ. വ്യക്തിയുടെ സമൂഹത്തിൻ്റെ എല്ലാ പ്രവർത്തനവും സോഷ്യൽ എക്സ്ക്ലൂഷൻ, സാമൂഹ്യ ബഹിഷ്കരണമാണ്. സിമ്പിളാണ്. നിങ്ങൾക്ക് ആ പാഠം ഒന്നും ഇങ്ങനെ റിവൈസ് ചെയ്താൽ വീണ്ടും കിട്ടും. അൺടച്ചബിലിറ്റിയുടെ ഡയമെൻഷൻസ് 3 ഡയമെൻഷൻസാണ് നമുക്ക് എഴുതാനുള്ളത്. അതിൽ 2 എഴുതിയാൽ മതി. ഓക്കെ. ഹ്യൂമിലിയേഷന് അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷൻ എഴുതിയാൽ തന്നെ 2 മാർക്കായി. പിന്നെ 6 മാർക്കിനുള്ളൊരു ചോദ്യം 2023 മാർച്ചിൽ ചോദിച്ചില്ല. സ്ത്രീയുടെ അവകാശങ്ങൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. അതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം. ഇമ്പ്രൂവ്മെൻറ്റിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ. സാമ്പത്തിക മൂലധനം, സാമൂഹ്യ മൂലധനം. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ഈ ചാർട്ടൊക്കെ തന്നിട്ടുള്ള 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ. സാമ്പത്തിക മൂലധനം, ദെൻ സോഷ്യൽ ക്യാപിറ്റൽ, സാംസ്കാരിക മൂലധനം. ഇതിൽ വിട്ടുപോയിട്ടുള്ളത് ഏതാണ്? വിട്ടുപോയത് സാംസ്കാരിക മൂലധനം. അത് വിദ്യാഭ്യാസം, പദവി, ഇതൊക്കെയാണ് സാംസ്കാരിക മൂലധനം. എക്കണോമിക് ഭൗതിക സമ്പത്താണ്. ദെൻ സോഷ്യൽ ക്യാപിറ്റൽ ബന്ധങ്ങൾ, സാമൂഹിക ഘടകങ്ങളാണ്. ദെൻ ഫസ്റ്റ് ബാക്ക്വേർഡ് കമ്മീഷൻ എന്താണ്? കാക്ക കലേക്കർ കമ്മീഷനാണ്. മണ്ഡൽ കമ്മീഷന് സെക്കൻഡാണ്. ഓക്കെ. ദെൻ അടുത്തത് ഇതിൽ മെയിനായിട്ട് നോക്കാണ്ട് കാക്ക കലേക്കർ കമ്മീഷൻ ഫസ്റ്റ് കമ്മീഷനും ദെൻ മണ്ഡൽ കമ്മീഷൻ സെക്കൻഡാണ്. BP മണ്ഡൽ കമ്മീഷൻ. ഓക്കെ. ഇതാണ് ഈ പാഠത്തിൽ മെയിനായിട്ട് നോക്കാനുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നോക്കുക. അടുത്ത വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. കീപ്പ് വാച്ചിങ്. താങ്ക് യു.